വയനാട് തലപ്പുഴ 43 മൈൽ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നോർത്ത് വയനാട് DFO പറഞ്ഞു. ജോഷില ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷില, ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഏതൊക്കെ നിലയിലാണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? തീർച്ചയായും നന്ദു, അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. നോർത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള വനംവകുപ്പ് ഡിവിഷന്റെ കീഴിലുള്ള 43 മൈൽ പ്രദേശത്താണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കമ്പിപ്പാലം, ജോൺസൺ കുന്ന് തുടങ്ങി 12 പാരിസൺ എസ്റ്റേറ്റിന്റെ 12, 13, 14, 15 ഭാഗങ്ങളിലായിട്ടാണ് തിരച്ചിൽ ആരംഭിക്കുക. 3 ഭാഗങ്ങളായിട്ടാണ് ടീമായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഈ പ്രദേശങ്ങളിലാകെ തന്നെ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ഈ ഭാഗത്ത് നിന്നുമുള്ള കടുവയുടെ പഗ്മാർക്ക് നോക്കിയാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ഈ തിരച്ചിലിൽ ആയിരിക്കും എവിടെയൊക്കെ വീണ്ടും ക്യാമറകൾ, അതുപോലെ കൂടുകൾ സ്ഥാപിക്കണം എന്നുള്ള കാര്യം കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തു കഴിഞ്ഞു. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് 3 ടീമുകളായി ഇന്ന് തിരച്ചിലിന് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചുള്ളിയിൽ സന്തോഷിൻ്റെ വീടിനരികിൽ ആണ് കടുവ സാന്നിധ്യം അവസാനമായി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. തവിഞ്ഞാൽ പഞ്ചായത്തിൽ മെമ്പർ ഇപ്പോൾ നമ്മളുടെ കൂടെയുണ്ട്. എന്താണ് ടീച്ചർ, എന്താണ് പറയാനുള്ളത്? ശബിത ടീച്ചർ അല്ലേ? യെസ്, ഇത് തവിഞ്ഞാൽ 44 പ്രദേശമാണ്. കാലങ്ങളായിട്ട് തന്നെ ഇതൊരു പാരിസൺ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. എസ്റ്റേറ്റ് ഭാഗങ്ങളായതുകൊണ്ട് തന്നെ പുറമ്പോക്കുകളൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. പണ്ട് കാലം മുതൽ തന്നെ പുലിയും അങ്ങനെയുള്ള ജീവികളുണ്ടെങ്കിലും ആരെയും തന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ കടുവ സാന്നിധ്യത്തിൻ്റെ സാഹചര്യത്തിൽ ഇന്നലെയാണ് 43 മൈൽ സന്തോഷിൻ്റെ വീടിൻ്റെ സമീപത്ത് നമ്മൾ കടുവയുടെ ചിത്രം വനംവകുപ്പിൻ്റെ ക്യാമറയിൽ പതിയുകയുണ്ടായിരുന്നു. പക്ഷേ ഈ സാന്നിധ്യം മുമ്പ് മിൽക്ക് സൊസൈറ്റിയുടെ പ്രദേശത്ത് കടുവ സാന്നിധ്യം അറിഞ്ഞപ്പോൾ തന്നെ വനം വകുപ്പ് വളരെ കൃത്യമായിട്ടും അവരുടെ ഇടപെടലിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഊണില്ലാതെ ഉറക്കമില്ലാതെ അവരുടെ 1-2 വണ്ടികൾ അവിടെ RRT അടക്കമുള്ള ടീമുകൾ അവിടെ ഹാൾട്ടാണ്. ഒപ്പം തന്നെ അതിരാവിലെ കനത്ത മഞ്ഞിൻ്റെ ഇടയിൽ പോലും സ്വന്തം ജീവൻ പോലും അവർ വകവയ്ക്കാതെയാണ് കാടിനുള്ളിലൂടെ തെരച്ചിൽ നടത്തുന്നത്. ക്യാമറകൾ അതെ, ആദ്യം 19 ക്യാമറയായിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നലെ കടുവയുടെ ചിത്രം തെളിഞ്ഞതോടുകൂടി വീണ്ടും പാരിസൺ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ 10ഓളം ക്യാമറകളും കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് വെച്ചോ പാരിസണിൽ കൂട് വെച്ചിട്ടില്ല, ഗോദാവരിയിൽ മാത്രമാണ് പാരിസണിൽ കൂട് വയ്ക്കാത്തത്. ഇന്നത്തെ ഈ തെരച്ചിൽ 3 ടീമായിട്ട് സംഘങ്ങളായിട്ട് നടത്തുന്ന ഈ തെരച്ചിലിന് ശേഷം കടുവ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഇടങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നിട്ട് കൂട് വയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം വെറുതെ ഒരു കൂട് സ്ഥാപിക്കുകയും പിന്നീട് ആ വഴിക്ക് കടുവ വരാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇന്നത്തെ തിരച്ചിലിന് ശേഷം കൂട് വയ്ക്കുന്നതാവും എന്നുള്ളതാണ്. കാരണം നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള എല്ലാ ടീമുകളും ഒരുമിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഊണുറക്കമില്ലാതെ അഹോരാത്രം ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. നന്ദു, ഇതാണ് RRT ടീം, അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെ നിന്നും പുറപ്പെടും. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ നോർത്ത് വയനാട് DFO നമ്മളെ കാണും, മാർട്ടിൻ നോവൽ നമ്മളെ കാണും എന്നുള്ളതാണ്. മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോമ്പിങ്ങുമായി ബന്ധപ്പെട്ട, അതായത് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. നന്ദു, തീർച്ചയായിട്ടും ജോഷില വ്യക്തമാണ്. കൃത്യമായ രീതിയിൽ സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. 43 മൈൽ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ കൃത്യമായ രീതിയിൽ കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. കൂടുതൽ ക്യാമറകൾ അടക്കം അവിടെ സ്ഥാപിക്കും. ഇതിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ എടുക്കുന്ന ഇതിലെ പ്രയത്നം അതൊരിക്കലും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കൂടിയാകുകയില്ല. അപ്പോൾ തെരച്ചിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. വിവരങ്ങളാണ് ജോഷില നൽകിയത്.